പഹൽഗാം ആക്രമണത്തിലെ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതായി സൂചന. ദക്ഷിണ കശ്മീരിലെ വനമേഖലയിൽ ഭീകരരുമായി സൈന്യം ഏറ്റുമുട്ടിയതായും വിവരമുണ്ട്. സ്ഥലത്ത് സംയുക്ത സേന തെരച്ചിൽ ഊർജിതമാക്കി. അതേസമയം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷ അന്വേഷണത്തിന് പിന്തുണയുമായി ചൈനയും രംഗത്ത് വന്നു. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാതി ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. സ്വാതി, വളരെ പ്രധാനപ്പെട്ട വിവരം, ഈ ആക്രമണത്തിന് പിന്നിലെ ഭീകരരെ കണ്ടെത്താനായിരിക്കുന്നു, പ്രതികളായിട്ടുള്ളവരെ കണ്ടെത്താനായിരിക്കുന്നു എന്ന വളരെ സുപ്രധാന വിവരം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ശരത്, തീർച്ചയായും എൻ ഐയുടെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസമാണ് ഈ ഭീകരരുമായി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഈ കോക്കർനാഗ് വനമേഖലയിലാണ് ഭീകരരുള്ളതെന്നും അവിടെ നിന്നാണ് വിനോദസഞ്ചാര മേഖലയിലേക്ക് കടന്നതുമുള്ള റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം സൈന്യം ഇത്തരത്തിൽ ഇവരുടെ സാന്നിധ്യം, ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതായുള്ള വിവരങ്ങൾ, സൂചനകൾ കൂടി പുറത്തേക്ക് വരുന്നത്. ഈ കോക്കർനാഗ് മേഖലയ്ക്കുള്ളിലേക്ക് വീടിനുള്ളിൽ ഭക്ഷണം കഴിക്കാനായി ഈ ഭീകരർ എത്തിയെന്നും തുടർന്ന് ഇതിനെ പിന്തുടർന്നു പോയ സൈന്യവും ഭീകരരുമായി ഏറ്റുമുട്ടൽ ഉണ്ടായെന്നും 4 തവണ ഇവരുടെ സാന്നിധ്യം വിവിധ ഇടങ്ങളിലായി കണ്ടെത്തിയെന്നുള്ള വിവരങ്ങളാണ് ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ളത്. ഇതിനെ തുടർന്ന് ഈ മേഖലയിൽ, വനമേഖലയിൽ ഉൾപ്പെടെ കടുത്ത സൈനിക വിന്യാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പെഹൽഗാമിലെ എക്സിറ്റ്, അതോടൊപ്പം തന്നെ പ്രവേശന പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സൈനിക വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം പരിശോധനകളും തെരച്ചിലും ഉൾപ്പെടെ ഊർജിതമാക്കിക്കൊണ്ടാണ് സൈന്യം മുന്നോട്ട് പോകുന്നത്. ഈ ഭീകരരുടെ വിവരങ്ങൾ കൂടുതലായി പുറത്തു വന്നതിന് പിന്നാലെ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം തുടരുകയാണ്. ദൃക്സാക്ഷികളുടെ ചോദ്യം ചെയ്യലടക്കം നടത്തിക്കൊണ്ടാണ് NIA സംഘം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായൊരു വിവരമായി അന്വേഷണ സംഘം പറയുന്നത്, ഈ പെഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് പെഹൽഗാമിലെ ഒരു പ്രാദേശിക ഫോട്ടോഗ്രാഫർ ചില ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ഈ ദൃശ്യങ്ങൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിർണായക തെളിവുകളായി മാറും എന്നുള്ളൊരു വിവരം കൂടി അന്വേഷണ സംഘം ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കനത്ത സുരക്ഷയിൽ ജമ്മു കാശ്മീർ പോകുമ്പോഴും പാക് സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും നിരന്തരമായ പ്രകോപനങ്ങൾ ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഉണ്ടാകുന്നു എന്നുള്ളതും സൈന്യം തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണ്. ഇതിന്റെയൊക്കെയും പശ്ചാത്തലത്തിൽ ഇന്ന് രാജ്യ തലസ്ഥാനത്തും വലിയ കൂടിക്കാഴ്ചകൾ നടക്കുകയാണ്. ഇന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായി 11 മണിയോടെ കൂടിക്കാഴ്ച നടത്തുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ഉൾപ്പെടെയുള്ളവർ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം സംയുക്ത സൈനിക മേധാവിയായും പ്രതിരോധ മന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിലൊക്കെയും സൈനിക നടപടികൾ എത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം, നിലവിലെ സാഹചര്യം എന്താണ് ഉൾപ്പെടെയുള്ള വിലയിരുത്തലുകൾ തന്നെയാണ് ഈ കൂടിക്കാഴ്ചകൾ ഉൾപ്പെടെ നടന്നിട്ടുള്ളത്. അതോടൊപ്പം BSF ജവാന്റെ മോചനം, അതായത് പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ തുടരുന്ന BSF ജവാന്റെ മോചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിവിധ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. അതിനിടെ തന്നെ ഈ നിഷ്പക്ഷ അന്വേഷണം ആവശ്യമാണ് എന്നുള്ള, അല്ലെങ്കിൽ നിഷ്പക്ഷ അന്വേഷണത്തെ പിന്തുണച്ചുകൊണ്ട് ചൈനയും രംഗത്ത് വന്നിട്ടുണ്ട്. അത്തരത്തിൽ നിരന്തരമായ ഇതുമായി ബന്ധപ്പെട്ട പുതിയ ഡെവലപ്മെന്റ്സുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജമ്മു കാശ്മീരിൽ എന്തായാലും കനത്ത സുരക്ഷയിൽ സൈന്യം മുന്നോട്ട് പോവുകയാണ്. ശരത്, ശരി, സ്വാതിയാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്.